നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ സിപിഐഎമ്മിന്റെ 10 സിറ്റിംഗ് എംഎൽഎമാരും മത്സരിക്കും. ജില്ലാ സെക്രട്ടറി വി ജോയ് വർക്കലയിൽ സ്ഥാനാർത്ഥിയാകും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ധാരണയായത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ സിപിഐഎമ്മിന്റെ 10 സിറ്റിംഗ് എംഎൽഎമാരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ധാരണയായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും സിറ്റിംഗ് എംഎൽഎമാരെല്ലാം തന്നെ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് ചേർന്ന സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും വർക്കല എംഎൽഎ ആയിരുന്ന വി ജോയി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ജില്ലയുടെ തന്നെ ചുമതല വഹിക്കേണ്ട ആൾ എന്ന ഒരു ഉത്തരവാദിത്വം കൂടി നിലനിൽക്കുന്നതിനാൽ തൽക്കാലം വി ജോയി മത്സരിക്കേണ്ടതില്ല എന്നൊക്കെ ചില നേതാക്കന്മാർ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സംയുക്തമായി എടുത്ത തീരുമാനം തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച 10 എംഎൽഎമാർ, സിറ്റിംഗ് എംഎൽഎമാർ 10 പേരും മത്സരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതുതായി സിപിഎമ്മിൻ്റെ നേതാക്കന്മാരാരും തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല. മൊത്തം 14 സീറ്റുകളുള്ളിടത്ത് 10 ഇടങ്ങളിലാണ് കഴിഞ്ഞ പ്രാവശ്യം സിപിഐഎം മത്സരിച്ചത്. ആ 10 ഇടങ്ങളിലും വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകതയും. ഇതിൽ വർക്കലയുടെ കാര്യത്തിലായിരുന്നു ചെറിയ തരത്തിലുള്ള ഒരു സംശയം നിലനിന്നിരുന്നത്. അത് കാരണം ജില്ലാ സെക്രട്ടറി വി ജോയി മത്സരിച്ചിരുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്കായിരുന്നു. എന്നാൽ അക്കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. വർക്കലയിൽ വി ജോയി തന്നെ മത്സരിക്കുമെന്ന നിലപാടിൽ ഇപ്പോൾ അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ്. അതേസമയം 2 മണ്ഡലങ്ങൾ, കോവളത്തിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ തിരുവനന്തപുരം, ഇത് രണ്ടിലും ഘടകകക്ഷികൾ മത്സരിച്ച 2 മണ്ഡലങ്ങളാണ്. ഈ 2 മണ്ഡലങ്ങൾ തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ സിപിഐഎം ആലോചിക്കുന്നുണ്ട്. കോവളം മണ്ഡലത്തിൽ സിപിഐഎം മത്സരിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രലിലും ഇത്തരത്തിൽ സിപിഐഎം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്നൊരാവശ്യമാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സമിതിയെ അറിയിക്കാനാണ് തീരുമാനം. അതായത് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച മുഴുവൻ എംഎൽഎമാരും ഇത്തവണ മത്സരരംഗത്തുണ്ടാകും തിരുവനന്തപുരം ജില്ലയിൽ എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ സിപിഎമ്മിന്റെ 10 സിറ്റിംഗ് എംഎൽഎമാരും മത്സരിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. ജില്ലാ സെക്രട്ടറിയായ വി ജോയ് വർക്കലയിൽ സ്ഥാനാർത്ഥിയാകും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.